തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ നടക്കുകയാണ്. മുൻ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിലായിരിക്കുന്നു. കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നടത്തിയ ദ്വയാർത്ഥത്തിലുള്ള പ്രയോഗം സംബന്ധിച്ചുള്ള പ്രതിഷേധത്തെ തുടർന്നും അതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിലായിരിക്കുന്നു. ചോദ്യം ചെയ്യാനായി കാര്യങ്ങൾ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ആ വാഹനത്തിൽ, അതായത് വാഹനത്തിൽ പോകുമ്പോൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകൂർ ജാമ്യം തേടി ഉദയനിധി സ്റ്റാലിൻ ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നേരത്തെ തടഞ്ഞിരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ പ്രതിഷേധം DMK-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിൽ TVK ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതിഷേധം ഈ സംസ്ഥാനത്ത് ഉടലെടുക്കുകയാണ്. നടി തൃഷയ്ക്കെതിരായ വിവാദ പരാമർശത്തെ സംബന്ധിച്ചായിരുന്നു ഈ കേസും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും. ഐശ്വര്യ ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകാൻ. ഐശ്വര്യ, കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് മറ്റു പല കാര്യങ്ങളിലുമാണ് ശ്രദ്ധ എന്നുള്ള തരത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ചത്. ആ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം TVK-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേസുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെ, അഖില സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അറസ്റ്റ് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലാണ് ഇപ്പോൾ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് ഈ കാവേരി നദീജല പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ വളരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള കേസ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് തമിഴക വെട്രി കഴകം പാർട്ടിയുടെ നേതാക്കൾക്കിടയിൽ നിന്നുണ്ടായത്. വലിയ സംസ്ഥാനമൊട്ടാകെ കൂടാതെ BJP-യുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. അതേസമയം ആ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടെ പറഞ്ഞു DMK നേതാക്കൾക്കെതിരെ കേസെടുക്കാനാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് താല്പര്യം എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ആ സമയത്ത് ആ സദസ്സിൽ നിന്നും തൃഷയുടെ പേര് ഉയർന്നു വരികയും അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രസംഗം നിർത്തിവെച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ മറ്റു പല കാര്യങ്ങളുമാണ് ശ്രദ്ധ എന്നാണ് പറയുകയുണ്ടായത്. അതേസമയം തൃഷയുടെ പേര് എവിടെയും പറയുകയോ അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയിട്ടില്ല എന്നാണ് ഉദയനിധി സ്റ്റാലിൻ്റെ അടുത്ത അനുയായികൾ പറയുന്നത്. അതേസമയം സംഭവം വിവാദമായതോടെ അദ്ദേഹം കോടതിയെ സമീപിക്കുകയുണ്ടായി. എന്നാൽ 12 മണി വരെ അറസ്റ്റ് പാടില്ല എന്നാണ് കോടതി വാക്കാൽ പറഞ്ഞത്. അഭിഭാഷകരോട് 12 മണി വരെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും പാടില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. അതേസമയം ഈ കോടതിയുടെ വാക്ക് കേൾക്കാതെ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാവേരി വിഷയത്തിലെ പ്രസംഗത്തിലുള്ള ആ ഒരു പരാമർശമാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോലീസ് എത്തിച്ചേർന്നത്. എന്നാൽ അതേസമയം വീട്ടിൽ ചോദ്യം ചെയ്യുകയും ആ സമയം DMK പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീടിന് ഫ്രണ്ടിൽ തടച്ചുകൂടുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാക്കുകയും ചെയ്തത്. കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു DMK പ്രവർത്തകർ പറഞ്ഞിരുന്നത്. അതേസമയം TVK പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനം ഒട്ടാകെ നടത്തിയത്. തങ്ങളുടെ മുഖ്യമന്ത്രിയെ വളരെ മോശം രീതിയിൽ സംസാരിക്കുകയും കൂടാതെ അതിലേക്ക് ഒരു നടിയുടെ പേര് വലിച്ചെഴുതുകയും ചെയ്തു എന്നാണ് TVK പ്രവർത്തകർ പറയുകയുണ്ടായത്. അതിനുശേഷം ഈ ഉദയനിധി സ്റ്റാലിനെതിരെ പല സ്റ്റേഷനുകളിൽ കേസുകൾ കൊടുക്കുകയും ഉണ്ടായി. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടന്നുപോയത്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ വാനിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. എന്തായാലും 12 മണിക്ക് ഈ ഒരു കേസ് പരിഗണിക്കും. അപ്പോൾ മാത്രം എന്താകും കോടതി ഈ ഒരു സംഭവം ബന്ധപ്പെട്ട് പറയുക എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. അതേസമയം ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്ന DMK പ്രവർത്തകർ വാഹനം തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതിഷേധവുമായി DMK പ്രവർത്തകർ എത്തുകയാണ്. നേരത്തെ തന്നെ DMK പ്രവർത്തകർ ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യാൻ പോലീസ് എത്തി എന്നുള്ള ആ സമയത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നതിന് പിന്നാലെ ഇപ്പോൾ വാഹനം തടഞ്ഞുകൊണ്ടുള്ള നടപടികൾ നടക്കുകയാണ്. ഏതായാലും അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിലപാടെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായിരിക്കുമല്ലോ ആദ്യം ശ്രമിക്കുക. ഇനിയിപ്പോൾ ഹൈക്കോടതി എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്.
എന്തായാലും ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുന്നത്. ഇപ്പോൾ ഈ ഒരു വിവാദ പരാമർശത്തിലെ ഈ ഒരു കേസിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് കാണാം, ഈ ഒരു വാനിലാണ് ഉദയനിധി സ്റ്റാലിൻ ഉള്ളത്. ആ ഒരു വാഹനം DMK പ്രവർത്തകർ തടയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ആ വാനിലേക്ക് തൂങ്ങിക്കിടന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ തൃഷയുടെ പേര് ഒരു ഭാഗത്തും പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചിട്ടില്ല എന്നാണ് DMK നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെയും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, തങ്ങളുടെ നേതാവിനെയും മുഖ്യമന്ത്രിയെ അടക്കം അപമാനിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചത്. ഏത് തരത്തിലുള്ള ഒരു പരാമർശമാണ് TVKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇനി വരും മണിക്കൂറുകളിലും കാണാൻ പോകുന്നത്. ഇനി എന്തായാലും 12 മണി, ഏകദേശം 1 മണിക്കൂർ ആകുമ്പോഴേക്കും കോടതി ഈ ഒരു കേസ് പരിഗണിക്കും. അപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്നും ഏത് തരത്തിലുള്ള പ്രതികരണമാണ് വരിക എന്നുള്ളതും ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. കാരണം 12 മണി വരെ അറസ്റ്റ് പാടില്ല എന്നായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന ഒരു വാക്കാലുള്ളൊരു പരാമർശം. അതൊരു ഉത്തരവല്ല, വാക്കാലുള്ളൊരു പരാമർശം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം അതിന് മുൻപ് തന്നെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം എത്തുകയും ചോദ്യം ചെയ്യലിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ആ ഒരു പോലീസ് വാഹനത്തിന് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ ഒരു വാഹന വ്യൂഹം ഇവിടെ നിന്നും കടന്നു പോകുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യം തന്നെയാണ്. വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ അരങ്ങേറുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ആ പോലീസ് വാഹനം തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ കോലാഹലങ്ങൾ, മറ്റൊരു തരത്തിലേക്കുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്ക് തമിഴ്നാട് മാറുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കനത്ത പോലീസ് സുരക്ഷ ഒരുക്കുകയാണ് ഉദയനിധി സ്റ്റാലിനുമായി പോകുന്ന ആ വാഹന വ്യൂഹത്തിന്. പക്ഷേ അതൊക്കെ തടഞ്ഞുകൊണ്ട് നമ്മുടെ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഉദയനിധി സ്റ്റാലിൻ്റെ വീടിന് മുമ്പിലും നേരത്തെ വലിയ പ്രതിഷേധവുമായി DMK പ്രവർത്തകർ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ അതേ ഒരു ആവേശത്തോടെ അല്ലെങ്കിൽ അതേ ഒരു പ്രവർത്തനമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പോലീസ് വാഹനം തടഞ്ഞ് പോലീസും പ്രതിഷേധക്കാരുമായുള്ള ശക്തമായ ഏറ്റുമുട്ടൽ, അതോടൊപ്പം തന്നെ ആ വാഹന വ്യൂഹം കടന്നു പോകാനുള്ള സംവിധാനം പോലീസ് സേന ഒരുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം.